ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ഇന്നാദ്യം രവീന്ദ്രൻ മേപ്പയൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ബാല്യസ്മൃതി. മുൻകോപിയായിരുന്നെങ്കിലുമെന്നച്ഛൻ സ്നേഹനിധിയായിരുന്നു കേട്ടോ. നിത്യവൃത്തിക്കായി കൂലിപ്പണി ചെയ്യാൻ നേരം വെള്ള കീറുമ്പോൾ പടിയിറങ്ങും. പപ്പടം ചുട്ടതും കടല വറുത്തതും ചായയ്ക്കു കൂട്ടിനായി അച്ഛനുണ്ട്. പാളത്തൊപ്പിയും കയ്യിൽ തൂമ്പയും അച്ഛൻ പാടത്തെന്നും പതിവു കാഴ്ച. അച്ഛനും അമ്മയും പട്ടിണി കിടന്നാലും ദാരിദ്ര്യം മക്കളറിഞ്ഞതില്ല. പള്ളിക്കൂടത്തിനകത്തളത്തിൽ അക്ഷരവിദ്യ പകർന്നിടുമ്പോൾ ഗുരുനാഥർക്കൊക്കെയും അരുമ ശിഷ്യൻ, നാട്ടുകാർക്കൊക്കെ പരോപകാരി. പഠനമില്ലാതുള്ള വേളകളിൽ നാട്ടിൽ പലതരം വേല ചെയ്യും. ഇളമുളം തണ്ടിൽ ചൂണ്ടലുമായി മീൻ പിടിക്കാനായി പാടത്തു പോകും. ഒരു കൊച്ചുമോഹം തിരകളായി ഉള്ളിലൊതുക്കി നടക്കയാണിന്നവൻ. സഹപാഠിയായവർക്കെല്ലാം ചെരുപ്പുണ്ട്, ഇല്ല ചെരുപ്പില്ലെനിക്കു മാത്രം. വേണമെനിക്കും ചെരുപ്പൊരെണ്ണം, താതനോടോതിയ കൊച്ചു പയ്യൻ. വാങ്ങുവാനാവില്ലെന്നോതിയപ്പോൾ ശണ്ഠ പിടിച്ചു കിടന്നവനും. വിറയാർന്നു പനിയും പിടിച്ചുകൊണ്ട് വീട്ടിൽ തളർന്നു കിടന്നിടുമ്പോൾ ഡോക്ടറെ കാണാനായി പോകവേണം. അച്ഛനവനോടായോതുന്നേരം ചെരുപ്പു വാങ്ങിയിടുകിൽ ഞാനും വരാം എന്നു പറഞ്ഞു കരഞ്ഞവനും. ഔഷധക്കൂട്ടുകൾ വാങ്ങി വരും വഴി താതനവനു ചെരുപ്പു വാങ്ങി. ഇന്നു ഞാനും മറച്ചുമരിലായി കാണുന്നു ചില്ലിട്ടൊരോർമ്മതൻ സ്നേഹചിത്രം. പിന്നിൽ നടക്കുന്നു പായുന്നു പൈതങ്ങൾ, പശിയൊട്ടുമറിയാത്ത പുണ്യജന്മം. ലഹരിതൻ മറവിലെ മാസ്മരാവിദ്യയിൽ സംസ്കാര പൈതൃകം തച്ചുടയ്ക്കുന്നവർ. മണ്ണിൻ്റെ മണലിൻ്റെ ഗുണമെന്തെന്നറിയാതെ, മഞ്ഞണിക്കാവിൻ്റെ തണുവെന്തെന്നറിയാതെ, പാടത്തെ ചെളിയുടെ തനിമയൊന്നറിയാതെ പാതുകാധാരിയായി പാഞ്ഞിടുന്നോർ. ഇവർ തൻ ചിന്തകളിൽ ഇന്നലകളില്ല, ഇന്നതിൻ തുടർച്ചയോ ഒന്നുമില്ല. ഇവർ തൻ ചിന്തകളിൽ ഇന്നലകളില്ല, ഇന്നതിൻ തുടർച്ചയോ ഒന്നുമില്ല. ഒന്നുമേ അറിയാതെ സഞ്ചരിച്ചിടിലാം സുഖമോലും സ്വപ്നമാം സാഗരത്തിൽ. ഒന്നുമേ അറിയാതെ സഞ്ചരിച്ചിടിലാം സുഖമോലും സ്വപ്നമാം സാഗരത്തിൽ. കൊല്ലരുത് കുഞ്ഞിനെ. കൊല്ലരുത് കുഞ്ഞിനെ, കൂടൊരുക്കാനുണ്ട് പാറിക്കളിക്കുവാനാകാശവും. ചിറകു കുരുത്തില്ല, ചിന്തയുറച്ചില്ല, ചിരിയാണുള്ളത്തിലാകമാനം. മധുവൂറും മധുര സ്വപ്നങ്ങൾ മർത്യകുലത്തിനു നൽകവേണം. ആനന്ദദുന്ദുഭീനാദം മുഴക്കണം, 1000 കാതങ്ങൾ താണ്ടിടേണം. തീറ്റ തേടാനുണ്ട്, തിരികെ വരാനുണ്ട്, അച്ഛനമ്മയ്ക്കു തണൽ മരമാവണം. തീറ്റ തേടാനുണ്ട്, തിരികെ വരാനുണ്ട്, അച്ഛനമ്മയ്ക്കു തണൽ മരമാവണം.
ചെങ്കണ്ണുമായി നീ ചിക്കിച്ചികയുന്നു കുലമറുക്കാനുള്ളൊരീർഷ്യയോടെ. തോക്കും തിരയുമായി നിൽക്കുന്ന കശ്മല ചിറകിൻ നിറം നീ നോക്കിടേണ്ട. കൊല്ലരുത് കുഞ്ഞിനെ കൂടൊരുക്കാനുണ്ട് പാറിക്കളിക്കുവാനാകാശവും. കൊല്ലരുത് കുഞ്ഞിനെ കൂടൊരുക്കാനുണ്ട് പാറിക്കളിക്കുവാനാകാശവും. അസ്വാഭാവികം. ഓന്തുകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നിറം മാറുന്നത് സ്വാഭാവികം. ചിലർ കാര്യസാധ്യതയ്ക്കായി കാലുമാറുന്നതും കാലുവാരുന്നതും അസ്വാഭാവികം. ഓന്തുകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നിറം മാറുന്നത് സ്വാഭാവികം. ചിലർ കാര്യസാധ്യതയ്ക്കായി കാലുമാറുന്നതും കാലുവാരുന്നതും അസ്വാഭാവികം. കൊതുക്. ചെവിയിൽ മൂളിപ്പാട്ടുമായി അരികിലണയുമ്പോൾ അറിഞ്ഞിരുന്നില്ല രക്തദാഹിയായി കുത്തിനോവിച്ച് ചോര കുടിക്കാനാണെന്ന്. രക്തദാഹിയായി കുത്തിനോവിച്ച് ചോര കുടിക്കാനാണെന്ന്. മുള. പെട്ടെന്ന് വളർന്ന് എത്ര ഔന്നത്യത്തിലെത്തിയാലും തലകുനിച്ചുള്ള നിന്റെയാ നിൽപ്പുണ്ടല്ലോ, അതുമാത്രം മതി സ്നേഹിക്കാനും ഹൃദയത്തിൽ സൂക്ഷിക്കാനും. പെട്ടെന്ന് വളർന്ന് എത്ര ഔന്നത്യത്തിലെത്തിയാലും തലകുനിച്ചുള്ള നിന്റെയാ നിൽപ്പുണ്ടല്ലോ, അതുമാത്രം മതി സ്നേഹിക്കാനും ഹൃദയത്തിൽ സൂക്ഷിക്കാനും. പ്രളയം. വഴിമാറിയൊഴുകി നീ മല കടന്നു, വയൽ കടന്നു, പിന്നെ പടി കടന്നു. അഴുക്കാകെ അകറ്റി നീ ശുദ്ധിയാക്കി, അകതാരിലുറയും അഴുക്കിനെ ആരകറ്റും. വഴിമാറിയൊഴുകി നീ മല കടന്നു, വയൽ കടന്നു, പിന്നെ പടി കടന്നു. അഴുക്കാകെ അകറ്റി നീ ശുദ്ധിയാക്കി, അകതാരിലുറയും അഴുക്കിനെ ആരകറ്റും. അകതാരിലുറയും അഴുക്കിനെ ആരകറ്റും. രവീന്ദ്രൻ മേപ്പയൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. ഇനി ഞാൻ എൻ്റെ വായന. ഡോക്ടർ കെ ശ്രീകുമാർ സംസാരിക്കുന്നു. പുസ്തകങ്ങൾ അധികമൊന്നും വായിക്കാൻ കിട്ടാത്ത ഒരു ബാല്യകാലമായിരുന്നു എൻ്റേത്. വല്ലപ്പോഴും കിട്ടുന്ന ബാലമാസികകൾ, പത്രത്തോടൊപ്പമൊക്കെ കൊണ്ടുവരുന്ന ബാലമാസികകളൊക്കെ വായിക്കുകയും പിന്നെ എൻ്റെ അടുത്ത വീട്ടിലൊരു ജയൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അവിടെ സ്ഥിരമായിട്ട് വരുത്തുന്നുണ്ട്. അതിലെനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഏക കാര്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ബാലപംക്തിയിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുക, മൊത്തം ഒന്ന് അതിൻ്റെ കവർ ചിത്രമൊക്കെ നോക്കി തിരിച്ചു പോരുക എന്നുള്ളതായിരുന്നു. വായനയിലേക്ക് ശരിക്ക് കടന്നു വന്നത് ഒരു ഹൈസ്കൂൾ സമയമൊക്കെ ആയ സമയത്താണ്. ഏതാണ്ട് കണയന്നൂർ ഗ്രാമീണ വായനശാല എന്ന് പറഞ്ഞിട്ടൊരു വായനശാലയുണ്ട് അവിടെ. അപ്പോൾ അവിടെ സ്കൂളിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ മുളന്തുരുത്തി എന്നായിരുന്നു ആ സ്കൂളിൻ്റെ പേര്. എൻ്റെ അമ്മ അവിടുത്തെ അധ്യാപികയായിരുന്നു. സാമാന്യ പുസ്തകങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നെങ്കിൽ കൂടിയും വർഷത്തിൽ ഒരു പുസ്തകമാണെന്ന് നമുക്ക് കിട്ടുക. ആ പുസ്തകം 7-ാം ദിവസം തിരിച്ചു കൊടുക്കണം. യാതൊരു കേടുപാടും പറ്റരുത്, മുഷിക്കരുത്, അങ്ങനെയുള്ള നിബന്ധനകളോടുകൂടി ആ ലൈബ്രറിയുടെ ചാർജുള്ള അധ്യാപിക ആ പുസ്തകം തരികയും അത് നമ്മൾ വായിച്ചിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത പുസ്തകം കിട്ടുക. ഒരു വർഷത്തിൽ ഒരു പുസ്തകം കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും ദരിദ്രമായ വായനയുടെ ഒരു പശ്ചാത്തലത്തിലാണത്. എൻ്റെ അമ്മ അവിടുത്തെ അധ്യാപിക ആയിരുന്നിട്ട് കൂടിയാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ വായനശാലയിൽ അംഗത്വം എടുക്കണം എന്നുള്ളൊരാഗ്രഹം വരികയും അമ്മയുടെ കൂടെ അവിടെ ചെന്നിട്ട് അതൊന്നും 3.5 രൂപ ഡെപ്പോസിറ്റും 1.25 രൂപ സി ക്ലാസ് മെമ്പർഷിപ്പും, ABC എന്ന് പറഞ്ഞ 3 മെമ്പർഷിപ്പുകളുണ്ട്. A ആണെങ്കിൽ 3 പുസ്തകം എടുക്കാം, B ആണെങ്കിൽ 2 പുസ്തകം, C ആണെങ്കിൽ 1 പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം എടുക്കുന്ന, ആദ്യം അത് വായിച്ചിട്ട് കൂടുതൽ വായിക്കുമെങ്കിൽ നമുക്ക് സ്ഥാനക്കയറ്റം ഈ ക്ലാസ്സിൽ തരാമെന്നൊക്കെ അമ്മ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ചെന്ന് ബാലസാഹിത്യത്തിൻ്റേതായിട്ടുള്ള ഒരു അലമാരി, അത് നിറച്ച് ബാലസാഹിത്യ പുസ്തകങ്ങളാണ്. അതാണ് ഞാൻ ആദ്യം വായിക്കാനെടുത്തത്. MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങളെടുത്ത് വായിച്ചിട്ടുണ്ട്. അതിനുശേഷം മാലിയുടെ പുസ്തകങ്ങൾ, മാലിയുടെ രാമായണം, ഭാരതം, ഭാഗവതം പോലുള്ള പുസ്തകങ്ങൾ ശരിക്കും അത്ഭുതത്തോടെ വായിച്ചതാണ്. മറ്റൊന്ന് ഈ റഷ്യൻ സാഹിത്യ പ്രോഗ്രസ്, റാതുക പോലുള്ള പ്രസിദ്ധീകരണക്കാരൊക്കെ ഇറക്കിയിരുന്ന വളരെ ഭംഗിയുള്ള ചിത്രങ്ങളോട് കൂടിയ നല്ല മേനിക്കടലാസിൽ അച്ചടിച്ച പുസ്തകങ്ങൾ എടുത്തു വായിക്കാൻ വലിയ താല്പര്യമായിരുന്നു. എൻ്റെ 8ാമത്തെ പിറന്നാളിന് എനിക്കൊരു ബന്ധു സമ്മാനിച്ചൊരു പുസ്തകമുണ്ട്, തെര്യോഷെച്ക എന്ന് പറയുന്നൊരു പുസ്തകം. തെര്യോഷ എന്നുള്ള പേരിൽ പിന്നീട് അത് പുറത്തു വരികയുണ്ടായി. ഒരു പ്രേതകഥയൊക്കെ പോലുള്ള വളരെ രസമുള്ളൊരു കാര്യമാണ്. ഒരു ദുർമന്ത്രവാദിനിയാണ്, രാജകുമാരി അങ്ങോട്ട് തട്ടിക്കൊണ്ടുവരുന്നു. ആ ദുർമന്ത്രവാദിനിയുടെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ വീട് മനുഷ്യൻ്റെ എല്ലുകൾ വെച്ച് നിർമ്മിച്ച വീടും അതിൻ്റെ പുറത്തെ എല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വേലിയും ഒക്കെയുള്ളൊരു ചിത്രമാണ്.
ഇത് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വായനയുടെ ഒരു വസന്തം ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു പുസ്തകമാണ്. 3 കൊല്ലത്തോളം എൻ്റെ കിടക്കയിൽ, ഞാനൊന്ന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു മുറിയിലാണ് കിടക്കുന്നത്, ആ കിടക്കയിൽ ആ പുസ്തകം ഉണ്ടായിരുന്നു. ഓരോ തവണ കിടക്കാൻ നേരത്ത് ഇതൊന്ന് വായിക്കും, രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും നേരത്ത് വായിക്കും. ഈ പുസ്തകത്തിൻ്റെ താളുകളുടെ ഒരു മണമുണ്ട്. പുസ്തകത്തിൻ്റെ വായനയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ പുസ്തകങ്ങളുടെ ഒരു ഗൃഹാതുര ഗന്ധം എന്ന് പറയുന്നത് ഈ തെരിയോശിസ്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ കൂടിയാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ ബാലസാഹിത്യങ്ങൾ ഏതാണ്ടെല്ലാം വായിച്ചു കഴിയുന്നു. പിന്നീട് ഞാൻ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ചിരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പൈങ്കിളി നോവലുകളും അതേസമയം തന്നെ ഡിക്റ്റേറ്റീവ് നോവലുകളുമായിരുന്നു. പൈങ്കിളി നോവലുകളോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പക്ഷേ ഡിക്റ്റേറ്റീവ് നോവലുകളുടെ ഒരു ലോകത്തേക്ക് ആവേശത്തോടുകൂടി നടന്നു കയറിയ ഒരു കാലമാണ്. ഏറ്റുമാനൂർ ശിവകുമാറിൻ്റെ നോവലുകൾ, ബാറ്റൻ ബോസിൻ്റെ ഡിക്റ്റേറ്റീവ് നോവലുകൾ, ദുർഗാപ്രസാദ് ഖത്രിയുടെ ചെമന്ന കൈപ്പത്തി പോലുള്ള പുസ്തകങ്ങൾ, അതൊക്കെ എനിക്കിപ്പോഴും അതിൻ്റെ കഥയൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ഈ ഡിക്റ്റേറ്റീവ് നോവലുകളിലൂടെയുള്ള ഒരു യാത്രയിലാണ് ബ്രാം സ്റ്റോക്കറുടെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഡ്രാക്കുള എന്ന് പറയുന്ന പുസ്തകം എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ആ പുസ്തകം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വായിക്കാൻ തുടങ്ങുകയാണ്. വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ഇത് വായിക്കാൻ എടുക്കുക. ഇത് വായിക്കാൻ എടുക്കുമ്പോഴേക്കും മനസ്സാകപ്പാടെ ഒരു ഭയത്തിൻ്റെതായ ഒരു ലോകത്തേക്ക് മാറി വരുന്നു. ഇത് ഓരോ ഡയറിക്കുറിപ്പുകൾ പോലെയുള്ള ആ പുസ്തകം കുറച്ച് വായിക്കുമ്പോഴേക്കും പിന്നെ ആകപ്പാടെ പ്രശ്നമാകും. പുസ്തകം മടക്കി വയ്ക്കും, കിടന്നുറങ്ങും. ഇതിനകത്ത് പേടിയുടെ ഒരു പാരമ്യത്തിലെത്തിയൊരു സമയമുണ്ട്. ആ സമയത്ത് ഒരു ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ കൂടി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, സ്കൂളിലെ ഒരു ക്രൈസ്തവ സുഹൃത്ത് ചോദിച്ചു വാങ്ങിയ ഒരു കുരിശ് മാല ഞാൻ എൻ്റെ തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നു. കാരണം ഈ കുരിശിന് മാത്രമേ ഈ പ്രേതത്തെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയത്ത് ഇത് വെച്ചിരുന്ന കാലമൊക്കെ ഓർമ്മയുണ്ട്. പിന്നീട് KV രാമകൃഷ്ണൻ മാഷുടെ ഒരു തർജ്ജിമ ഞാൻ പിന്നീട് വായിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വലുതായി വന്നു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഡിക്റ്റേറ്റീവ് നോവലുകളിൽ നിന്ന് ഞാൻ നാടകങ്ങളിലേക്കുള്ള ഒരു വായനയുടെ ലോകമാണ് ഉണ്ടായത്. അന്ന് തിക്കോടിയം മാഷെ, ഞാൻ KT മുഹമ്മദിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ആ വായനശാലയിൽ നിന്നാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചൊന്നും എനിക്ക് കേട്ടറിവ് പോലുമില്ല. പക്ഷേ കോഴിക്കോട്ടെ എല്ലാ എഴുത്തുകാരെയും ഈ നാടകങ്ങൾ വായിച്ചു കഴിയുന്നു. പിന്നെ അന്ന് കഥകളിലേക്ക് വരുന്നു. MTയുടെ ആദ്യകാല നോവലുകളും കഥകളും ഒക്കെ വായിക്കുന്നു. കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സാഹിത്യ ധന്യതയെക്കുറിച്ച് ഒരിക്കൽ പോലും കോഴിക്കോടിനെക്കുറിച്ച് അറിയാത്ത, കോഴിക്കോട് പോകാത്ത ഞാൻ കണ്ടറിയുകയാണ് ആ സമയത്ത്. കോഴിക്കോടുള്ള KT മുഹമ്മദിനെ അറിയുന്നു, തിക്കോടിയം മാഷെ അറിയുന്നു, NP മുഹമ്മദിനെ അറിയുന്നു, ഒറൂബിനെ അറിയുന്നു, SK പൊറ്റക്കാടിനെ അറിയുന്നു. ഒരുപക്ഷെ അക്കാലത്തൊക്കെ കോഴിക്കോട് ആകാശവാണിയിലുണ്ടായിരുന്ന സാഹിത്യ ധാരാളിത്തത്തെയൊക്കെ ഇത് കോഴിക്കോടിനെക്കുറിച്ച് പോലും അറിയാതെ ഈ എഴുത്തുകാരുമായിട്ടൊക്കെ എനിക്ക് വലിയൊരു പരിചയം ഉണ്ടാവുകയാണ്. അവർക്ക് എന്നെ പരിചയമില്ലെങ്കിലും എനിക്ക് അത് ആ സമയത്ത് തന്നെ മാധവിക്കുട്ടിയെയും ലളിതാംബിക അന്തർജനത്തെയും ONV കുറുപ്പിനെയും ഒക്കെ വായിക്കാനും കവിതകളുടെ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ വായനയുടെ ഒരു ഏതാണ്ട് ആ ഹൈസ്കൂൾ സമയം കഴിയുന്നതോടുകൂടി വായന മനസ്സിലേക്ക് പടർന്നു കയറിയ ഒരു സമയമാണ്. വായനയുടെ ഗൗരവമായൊരു തലത്തിലേക്ക് പക്ഷേ ഞാൻ എത്തിച്ചേരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ മഹാരാജാസ് കോളേജിൽ BA വിദ്യാർത്ഥിയായിട്ട് ചെല്ലുന്ന സമയത്താണ്. വായനയ്ക്ക് വഴികാട്ടി തരാനായി ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അധ്യാപകരായിരുന്നെങ്കിലും ഇന്ന പുസ്തകം വായിക്കണമെന്നൊന്നും പറഞ്ഞു തരാനുള്ള ഒരു രീതി അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹാരാജാസ് കോളേജിലെത്തിയപ്പോഴേക്കും വായനയ്ക്ക് കൃത്യമായ മാർഗ്ഗദർശനം തരാൻ പറ്റുന്ന അധ്യാപകരുണ്ടായി എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. KG ശങ്കരപ്പിള്ളയെ പോലുള്ള, തുറവൂർ വിശ്വംഭരനെ പോലെയുള്ള, N സുഗതനെ പോലെയുള്ള ഒരുപാട് എഴുത്തുകാരും അതുപോലെ തന്നെ നല്ല അധ്യാപകരുമായിരുന്ന ആളുകളുണ്ട്. KG ശങ്കരപ്പിള്ളയുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വളരെ അത്ഭുതമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന 10-30 കുട്ടികളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആകുമ്പോഴേക്കും ഒരു 60-70 കുട്ടികൾ ആ ക്ലാസ്സിൽ വന്നിരിക്കും. ഏതെങ്കിലുമൊക്കെ ഫിലോസഫി പഠിക്കുന്നവർ, ഹിസ്റ്ററി പഠിക്കുന്നവർ, ബോട്ടണി പഠിക്കുന്നവരൊക്കെയാണ്. അദ്ദേഹത്തിനൊരു നിർബന്ധമേ ഉള്ളൂ, ക്ലാസ് തുടങ്ങിക്കഴിയുമ്പോൾ ക്ലാസ്സിലുള്ളവർക്ക് എൻ്റെ ഇടയ്ക്ക് തടസ്സമുണ്ടായിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല, ആർക്ക് വേണമെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലാസ് പഠിച്ചാൽ ആ നോട്ട് എഴുതി വലിയ മാർക്ക് വാങ്ങാമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും പറ്റില്ല. അദ്ദേഹം പറയുക മുഴുവൻ പാശ്ചാത്യ ലോകത്തെ അതിശയകരമായ എഴുത്തുകളെക്കുറിച്ചാണ്, വളരെ വ്യത്യസ്തമായ രചനാരീതി കൈവരിച്ചിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചിട്ടാണ്. ഒരുപാട് പുസ്തകങ്ങൾ, ഇപ്പോൾ ഒക്ടേവിയ പാസിനെ പോലുള്ള എഴുത്തുകാരെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ നിന്നാണ്. ഓരോ ക്ലാസ്സും സാഹിത്യത്തിൻ്റെ ഒരു വിജ്ഞാനകോശം എന്നൊക്കെ പറയാൻ പറ്റുന്ന വളരെ സൗമ്യനാണ്. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ നല്ല മികച്ച കഥകൾ, ബുദ്ധനെ പോലെ, അതുപോലെ തന്നെ ബംഗാളിനെ പോലെ, മെഴുക്കുപുരണ്ട ചാരുകസാലകൾ പോലെയൊക്കെയുള്ള വിപ്ലവകരമായ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ക്ലാസ്സിൽ സുഗതകുമാരിയുടെ രാത്രിമഴ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് വരുന്നത്. അവിടെ അദ്ദേഹത്തിന് ആശയപരമായി ഒരുപക്ഷെ സുഗതകുമാരിയുടെ കവിതാരചനാ രീതിയോടൊന്നും യോജിപ്പുള്ള ആളല്ലായിരിക്കാം. പക്ഷേ ക്ലാസ്സിൽ അദ്ദേഹം സുഗതകുമാരിയുടെ കവിതയുടെ ഏറ്റവും ആർദ്രമായ ഒരു ആസ്വാദകനായി മാറുന്നൊരവസ്ഥയാണ്. അത് വളരെ, ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്, ഇതെങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകാൻ സാധിക്കുന്നു? അദ്ദേഹം പറയുന്നത്, ഞാനിവിടെ അധ്യാപകനാണ്, നിങ്ങളൊരു കവിത പഠിക്കുകയാണ്, ആ കവിതയെ ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്, അതിനെ വിമർശിക്കുക എന്നുള്ളതല്ല എൻ്റെ രീതി എന്ന് പറയുന്നത്. അദ്ദേഹം ക്ലാസ്സില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ അദ്ദേഹം
ചില ലിസ്റ്റ് പട്ടികകളൊക്കെ തരും, ഇന്നതൊക്കെ വായിക്കണം, ഇന്ന പുസ്തകങ്ങളൊക്കെയാണ് നിങ്ങൾ വായിക്കേണ്ടതെന്ന് പറയുന്നു. വായനശാലയിൽ അങ്ങനെ വായനയുടെ വേറൊരു തലം, ഇന്നതൊക്കെയാണ് വായിക്കേണ്ടത്, അതുവരെ കിട്ടുന്നതെല്ലാം വായിക്കുക എന്നുള്ള രീതിയിൽ നിന്ന് ഒരു വായനയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് അങ്ങനെയാണ്. പുസ്തകങ്ങൾ, പാശ്ചാത്യ പുസ്തകങ്ങൾ അത് ആദ്യം തർജ്ജിമകളിലൂടെയും പിന്നെ അപൂർവമൊക്കെ അതിൻ്റെ മൗലിക രചനകളിലൂടെയൊക്കെ വായിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ സാഹിത്യത്തിലേക്ക് വരുന്ന പുതിയ വഴിത്താരകളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ തരുന്നതിൽ ഈ സൂതൻ സാറും തുറവൂർ ശമ്പരൻ മാഷൊക്കെ അതേപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വായിക്കാതിരുന്നാൽ എന്തോ ഒരു അപൂർണത തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വായനയിൽ ശരിക്കും പറഞ്ഞാൽ ഫിക്ഷനോടൊപ്പം തന്നെ വൈജ്ഞാനിക രംഗത്തെ പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണത്. മഹാരാജാസ് കോളേജിൽ ഒരു വായനശാല എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് പഴയ പുസ്തകങ്ങളടക്കമുള്ളൊരു വായനശാലയാണ്. അവിടെ എനിക്ക് അത്ഭുതം തോന്നിയത് ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എടുക്കുമ്പോൾ അതിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒപ്പുണ്ടാവും, അല്ലെങ്കിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒപ്പുണ്ടാവും. ഇതൊക്കെ വളരെ അത്ഭുതമാണ്. അദ്ദേഹം അവരെ ഒപ്പിട്ട ഒരു പുസ്തകം, ചങ്ങമ്പുഴ ഒപ്പിട്ട പുസ്തകം. ചങ്ങമ്പുഴ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കവിത അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അത് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ അതിനെപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാർ അതങ്ങനെയല്ല കവി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞപ്പോൾ ഈഗോ ഒട്ടും വിട്ടുകളയാതെ അധ്യാപകൻ പറഞ്ഞത്, ആയിരിക്കാം അധ്യാപകൻ ഞാനാണ്, ഇവിടെ ഈ കവിതയെ വിശകലനം ചെയ്യാനുള്ള അവകാശം എനിക്കാണ് എന്നുള്ള ഒരു ഇത്. അതേ സമയത്ത് തന്നെ അന്ന് വായനയെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് കൊണ്ടിരുന്നത് അവിടെ നിന്ന് വിരമിച്ച് കഴിഞ്ഞിരുന്ന, ഇപ്പോൾ അടുത്ത് നമ്മെ വിട്ടുപോയ സാനുമാഷും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലീലാവതി ടീച്ചറും ഒക്കെ തന്നെ ഇടയ്ക്ക് അവിടെ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് വരുന്നു. ONV കുറുപ്പ് സാർ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള, മഹാരാജാസ് കോളേജിലെ അന്നത്തെ മലയാളം MA BA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കൂട്ടം വായന സ്നേഹികളായിട്ടുള്ള ആളുകളുടെ ഒരു സമയമായിരുന്നു. ഒരു പുതിയ ആഴ്ചപ്പതിപ്പ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ കലാകൗമുദി ആഴ്ചപ്പതിപ്പ് ഇറങ്ങുന്നു, ഭാഷാഭൂഷണി ഇറങ്ങുന്നു. ഇതിറങ്ങുമ്പോൾ അത് പീരീഡിലേക്ക് നീളുന്ന ചർച്ചയായി മാറിയിരുന്ന സമയം. അന്നൊക്കെ വന്നിരുന്ന നോവലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ കവിതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് അനുബന്ധ പുസ്തകങ്ങൾ എന്തൊക്കെ വായിക്കണമെന്ന് പറഞ്ഞ് ഓരോ ആഴ്ചയിലും ഈ പറഞ്ഞ അധ്യാപകരൊക്കെ തന്നെ നമുക്ക് ഈ പുസ്തകങ്ങളുടെ ലിസ്റ്റ് തരികയാണ്. ആ പുസ്തകം എവിടെ കിട്ടുന്നു എന്നുള്ള ചില ഒരുപക്ഷെ ലെൻഡിങ് ലൈബ്രറികളിൽ നിന്നായിരിക്കും ആ പുസ്തകം എടുക്കാൻ സാധിക്കുക. അങ്ങനെ വായിക്കുക എന്നുള്ളത്, ഒരുപക്ഷെ ഇപ്പോൾ ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്കൊരു പേര് ലഭിച്ചത് തന്നെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു വായനയുടെ ഫലമാണ്. വായനയില്ലാത്ത എഴുത്ത് എന്ന് പറയുമ്പോൾ കാലത്തിനോട് നീതി പുലർത്താത്തൊരു എഴുത്തായി മാറുന്നുള്ള സംശയമില്ല. കാരണം ഞാനിപ്പോൾ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ എഴുതുമ്പോൾ ഇന്നത്തെ കഥയും കവിതയുമായിട്ട് നമ്മൾ എങ്ങനെ അത് സമരസപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു അന്വേഷണം പ്രധാനമാണ്. അതിന് വായനയാണ് ഏറ്റവും പ്രധാനം. വായന എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു സമയത്തും കഴിയുന്നത്ര സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വായിക്കാനുള്ള ഈ ഒരു 1.5-2 വർഷത്തോളമായിട്ട് ഏതാണ്ട് MTയുടെ രചനകളിലൂടെ ഒരു പുനർവായനകളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു എനിക്ക്. MTയുടെ ജീവചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും ലേഖനങ്ങളും യാത്രാവിവരണങ്ങളും എല്ലാം വീണ്ടും വീണ്ടും വായിച്ച് അതിൽ നിന്ന് എന്താണ് പുതിയതായിട്ട് തെളിഞ്ഞു കിട്ടുന്നത് എന്നുള്ള ഒരു ആലോചനയോട് കൂടിയിട്ടുള്ള വായനയായിരുന്നു. അങ്ങനെ ആ ഒരു വായനയ്ക്കിടയിലും പുതിയതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ, വായനയുടെ അലസവും ഗൗരവതരവുമായ വശങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ജനപ്രിയ വായനയുടെ ഒരു രണ്ടറ്റത്ത് നിന്നുകൊണ്ട് ആളുകൾ അതിനെ ചർച്ചയിലേക്ക് വിധേയമാക്കുന്നൊരു സമയത്ത് എല്ലാ തരത്തിലുള്ള വായനയും സ്വീകരിച്ചുകൊണ്ട് തന്നെ എഴുത്തിനെയും വായനയെയും സമാന്തരമായി കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഒരുപാട് വായിച്ചു എന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും മനസ്സിന് തോന്നുന്ന, ഇന്നത് വായിക്കണമെന്ന് തോന്നുന്ന പുസ്തകങ്ങൾ എങ്ങനെയും തേടിപ്പിടിച്ച്, അത് സർഗാത്മകമാകട്ടെ വൈജ്ഞാനികമാകട്ടെ മറ്റേതെങ്കിലും മേഖലയിലുള്ളതാകട്ടെ, അത്തരത്തിലുള്ള വായനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വായന. ഡോക്ടർ K. ശ്രീകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ചണ്ഡാല ഭിക്ഷുകിയിലെ ബൗദ്ധദർശനം പ്രഭാഷണം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ അനഘ BK. മലയാള നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ കാവ്യപ്രതീകമാണ് കുമാരനാശാൻ. താൻ പുലർന്ന കാലത്തെയും തനിക്കു മുമ്പുള്ള കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും സംസ്കാരം ആശാന്റെ കവിതകളിൽ സൂക്ഷ്മമായി പ്രതിഫലിക്കുന്നുണ്ട്. ജാതിവിരുദ്ധമായ നവോത്ഥാന ചിന്തയുടെ വെളിച്ചം വിതറിക്കൊണ്ട് മുന്നോട്ട് വന്ന കവിയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കൃതികളാണ് ദുരവസ്ഥയും ചണ്ഡാല ഭിക്ഷുകിയും. സമത്വാധിഷ്ഠിതമായ ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശാൻ ഈ കൃതികൾ രചിച്ചത്. ദുരവസ്ഥയിൽ നിന്നുമുള്ള ഒരു വളർച്ചയാണ് ചണ്ഡാല ഭിക്ഷുകി കാഴ്ചവെക്കുന്നത്. ബുദ്ധമത ദർശനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം തന്നെ സമത്വാധിഷ്ഠിതമായ ഒരു ലോകത്തെയാണ്. ബൗദ്ധദർശനങ്ങളിലൂടെയുള്ള ആ സഞ്ചാരമാണ് ചണ്ഡാല ഭിക്ഷുകിയുടെ അന്തർധാര. ബുദ്ധദർശനം ഏതെല്ലാം കാലത്ത് ഏതെല്ലാം രീതിയിൽ
ആശാനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ബുദ്ധചരിത രചനയിലൂടെ വ്യക്തമാണ്. ചണ്ഡാല ഭിക്ഷുകിയിലെ അവസാന വരികളിൽ ശ്രീ ബുദ്ധനെ കൊണ്ടുവരുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകളും മാത്രം ആലോചിക്കുമ്പോൾ ആ ദർശനം ആശാനിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദർശന സോപാനം. ആസ്തിക ദർശനങ്ങൾ എന്നും നാസ്തിക ദർശനങ്ങൾ എന്നും ഭാരതീയ ദർശനങ്ങൾ പൊതുവെ രണ്ടായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. വേദപ്രാമാണ്യം അംഗീകരിക്കുന്നത് ആസ്തികം, അംഗീകരിക്കാത്തത് നാസ്തികം. നാസ്തിക ദർശനങ്ങളിൽ ഏറ്റവും പ്രാധാന്യവും പ്രചാരം ലഭിച്ചതും ബൗദ്ധ ദർശനത്തിനാണ്. ശ്രീമദ് ഭാഗവത പുരാണത്തിൽ ബുദ്ധനെ അവതാരമായി വർണ്ണിച്ചു കാണുന്നു. പ്രഥമ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ ഭഗവാന്റെ 22 അവതാരങ്ങൾ വർണ്ണിക്കുമ്പോൾ 21-ാമത്തെ അവതാരമായി തദകലൗ സംപ്രവൃത്തെ സമൂഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാജിന സുധ എന്ന് പറയുന്നുണ്ട്. 4ആയി തിരിച്ചിട്ടുള്ള ബുദ്ധതത്വങ്ങൾ ആര്യസത്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലൗകിക ജീവിതം ദുഃഖപൂർണമാണ്. തൃഷ്ണയാണ് ദുഃഖത്തിന് കാരണം. തൃഷ്ണയെ ദൂരീകരിച്ചാൽ ദുഃഖത്തെ നിവാരണം ചെയ്യാം. തൃഷ്ണയെ നശിപ്പിക്കാനുള്ള മാർഗമാണ് അഷ്ടാംഗമാർഗം. ശരിയായ വിശ്വാസം, ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിതം, പരിശ്രമം, സ്മരണ, ധ്യാനം ഇത്തരത്തിലുള്ള ആചരണത്തിലൂടെ വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നു. ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടുന്നു. പ്രതീത്യ സമുത്പാദനം എന്ന സിദ്ധാന്തം അനുസരിച്ച് അജ്ഞാനമാണ് ദുഃഖത്തിന് മൂലകാരണം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും ആധാരമായി വർത്തിക്കുന്നത് വസ്തുക്കൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധമാണ്. സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചത്തെ ഈ കാരണത്തിൽ നിന്നും ഈ കാര്യം എന്ന രീതിയിൽ കോർത്തിണക്കിയിരിക്കുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഒരു മൂലകാരണം ഉണ്ടാകും. ഈ ദുഃഖ പരമ്പരകളെ സംസ്കാരമെന്നും ഇതിൻ്റെ അവസാനം നിർവ്വാണമെന്നും വിശേഷിപ്പിക്കുന്നു. അവിദ്യയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അവിദ്യയിൽ നിന്നും സംസ്കാരം, വിജ്ഞാനം, വിജ്ഞാനത്തിൽ നിന്നും നാമരൂപം, നാമരൂപങ്ങളിൽ നിന്നും ഷഡായതനം, ഷഡായതനത്തിൽ നിന്നും സ്പർശം, സ്പർശത്തിൽ നിന്നും വേദന, വേദനയിൽ നിന്ന് തൃഷ്ണ, തൃഷ്ണയിൽ നിന്നും ഉപാദാനം, ഉപാദാനത്തിൽ നിന്നും ഭാവം, ഭാവത്തിൽ നിന്നും ജാതി, അതിൽ നിന്നും ജരാമരണം. ഇതൊരു ചക്രം പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെയെല്ലാം മൂലകാരണമായ അവിദ്യയെ ഇല്ലാതാക്കിയാൽ മാത്രമേ ദുഃഖമയമായ ഈ ചക്രത്തിന് അവസാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ബൗദ്ധ സിദ്ധാന്തം അനുശാസിക്കുന്നത്. ഹീനയാനം, മഹായാനം എന്ന് 2 വിഭാഗങ്ങളായി ബുദ്ധമതം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. പുറമേയുള്ള ഒരു ഈശ്വരനെ, ശക്തിയെ സ്വയം അവനവന് തന്നെ വെളിച്ചമായി ഭവിക്കുക എന്നതാണ് ഹീനയാനം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വയം ശുദ്ധീകരണ പ്രക്രിയയിലൂടെയും നിയന്ത്രണത്തിലൂടെയും പ്രാപിക്കാവുന്ന അവസ്ഥയാണ് നിർവ്വാണം. മഹായാന സമ്പ്രദായത്തിൽ നിർവ്വാണം എന്നത് ദുഃഖങ്ങളെ ഇല്ലാതാക്കുക എന്ന അവസ്ഥയല്ല, മറിച്ച് അത് ആനന്ദമയമായ അവസ്ഥയാണ്. ബുദ്ധനെ ഇഷ്ടദേവനായി കരുതി ആരാധിക്കുക എന്ന രീതി ഹീനയാനത്തിലെ സ്വയം പരിശുദ്ധിക്കു വേണ്ടിയുള്ള ശുഷ്കവും കഠിനവുമായ തപസ്സിൻ്റെ സ്ഥാനത്ത് നിഷ്കാമ കർമ്മത്തിൻ്റെയും നിർമ്മലമായ വിശ്വപ്രേമത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആദർശമാണ് മഹായാനത്തിലുള്ളത്. ഈ ഒരു പാതയിലൂടെയാണ് ആശാനും സഞ്ചരിക്കുന്നത്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. കാൽപ്പനികനായ വൈരാഗി. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം എന്ന് പാടിക്കൊണ്ട് കവിതാലോകത്തേക്ക് കടന്നുവന്ന കാൽപ്പനിക കവിയാണ് കുമാരനാശാൻ. കവിയുടെ വളർച്ച നിരന്തരമായൊരു പ്രക്രിയയാണ്. പാലത്തെഴും പുതുനിലാവിൽ അലംകുളിച്ചും ബാലാതപത്തിൽ വിളയാടിടും ആടലെന്നെ അല്ലലില്ലാതെ സുഖകരമായ നറുനിലാവിൽ ശോഭ പ്രസരിപ്പിച്ച് നിൽക്കുന്ന പൂവിനെ കാണിച്ചു തരുന്ന കവി അടുത്ത നിമിഷത്തിൽ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞുമാശു മണ്ണാകുമീ മലര് വിസ്മൃതമാകുമിപ്പോൾ എണ്ണീടുകാർക്കും ഇതുതാൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം. കാൽപ്പനികതയുടെ ഉയർന്ന തലത്തിലെത്തി പെട്ടെന്ന് വൈരാഗിയായി ഒരു തത്വജ്ഞാനിയായി കവി വളരുന്നു. വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കബോധമെന്നും എന്നാശ്വസിക്കുന്ന കവി ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും, ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ എന്ന ദാർശനിക തലം കൂടി കാഴ്ചവെക്കുന്നുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ ഉദ്ഘോഷിക്കുന്ന കവി മാറ്റം ജീവിതത്തിൻ്റെ സ്വഭാവമാണെന്ന് ആവർത്തിച്ചു പറയുന്നു. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ നളിനിയിലെ പ്രശസ്തമായ ഈ വരികൾ വിശ്വപ്രേമത്തിൻ്റെ അത്യുദാത്തതയിലേക്ക് അനുവാചകരെ നയിക്കുന്നുണ്ട്.
ജാതീയതയ്ക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ നിരന്തരം കലഹിച്ച കവി സ്വാതന്ത്ര്യത്തിൻ്റെ സ്വച്ഛന്തമായ വിഹായസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, എന്നെന്നും നിലനിൽക്കുന്ന സ്നേഹം ജാതിമത വർഗ വംശലിംഗഭേദമില്ലാതെ പ്രസരിക്കുന്ന ഒരേയൊരു മതം, അതാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും. ഈ ഒരു സത്യത്തെയാണ് കാൽപ്പനികനായ വൈരാഗി നമുക്ക് കാണിച്ചു തരുന്നത്. അമൃതമശ്നുതേ, ഒരു കൃതിയുടെ രചനാനന്തര ചരിത്രമാണ് ആ കൃതിയെ നിലനിർത്തുന്നത്. കൃതിയുടെ അർത്ഥം നിർണ്ണയിക്കുന്നത് എഴുത്തുകാരനാണെങ്കിൽ പ്രസക്തി കണ്ടെത്തുന്നത് വായനക്കാരനാണ്. പാരായണ സിദ്ധാന്തങ്ങളിൽ കൃതിയുടെ വായന പുരോഗമിക്കുമ്പോൾ മനസ്സിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട്. മനസ്സിൻ്റെ ആഴങ്ങളെ അളക്കാൻ ഭാഷയുടെ ആഴങ്ങൾക്കേ കഴിയൂ എന്ന ഴാക്ക് ലഗാൻ്റെ വാദവും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. 100 വർഷം തികഞ്ഞ ആശാന്റെ ചണ്ഡാല ഭിക്ഷുകിയും നവീനമായ ആശയങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. ന സോസ്തി പ്രത്യോ ലോകേയ ശബ്ദാനുഗമാദ്രിതേ, ശബ്ദം പിന്തുടരാത്ത ഒരു പ്രതീതിയും ഈ ലോകത്തിലില്ല എന്നാണ് ഭർതൃഹരി പറയുന്നത്. നവീന ആശയപ്രസരണ ശേഷിയുള്ള ഭാഷ കാലാതിവർത്തിയായി അനുവാചകരെ പിന്തുടരുന്നു. ആശാന്റെ കാവ്യലോകവും ഇത്തരമൊരു ആസ്വാദക ലോകത്തെ സൃഷ്ടിക്കുന്നു. നശ്വരമായ ജീവിതത്തെ കാവ്യാമൃതം തളിച്ച് അനശ്വരമാക്കുന്ന പ്രക്രിയ നിരന്തരമായി തുടരുന്നു. ഈശോപനിഷത്തിലെ പ്രസിദ്ധമായ വരികളാണ് വിദ്യാംച അവിദ്യാംച യസ്തദ്വൈതോഭയ സഹ അവിദ്യയാ മൃത്യുതീതോ വിദ്യയാ മാം അമൃതമശ്നുതേ. അവിദ്യ മൃത്യുവും വിദ്യ അമൃതവുമാകുന്നു. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിൽ തണ്ണീരിദാശുനി എന്നോദിയ ഭിക്ഷുവിനോട് നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ എന്ന് വിനയപൂർവ്വം മാതങ്കി ചോദിക്കുന്നു. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതെനിക്കു നീ, പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ആനന്ദ ഭിക്ഷുവിൻ്റെ വാക്കുകളിലൂടെ വിജ്ഞാനാമൃതത്തിൻ്റെ പാതയിലേക്കാണ് ആ ചണ്ഡാല യുവതി നയിക്കപ്പെടുന്നത്. ജാതി ആചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കുകയും ശ്രീബുദ്ധൻ നൽകിയ ജ്ഞാനശക്തിയുടെ പ്രകാശത്തെ പ്രോജ്വലിപ്പിക്കാനും ചണ്ഡാല ഭിക്ഷുകിയുടെ രചനയിലൂടെ ആശാന് സാധിച്ചിട്ടുണ്ട്. ദുഃഖപൂരിതമായ ലൗകിക ജീവിതത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം അഷ്ടാംഗമാർഗത്തിലൂടെ ആണെന്ന് കാണിച്ചു തരുന്ന ബൗദ്ധദർശന സാരാംശത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട കാവ്യമാണിത്. മഞ്ഞ പിഴിഞ്ഞു ഞൊറിഞ്ഞൊടുത്തുള്ളൊരു മഞ്ജു പൂവാടയാൽ മേനിമൂടി മുണ്ഡനം ചെയ്തു ശിരസ്സും മുഖചന്ദ്രമണ്ഡലം താനും മസൃണമാക്കി കടന്നുവരുന്ന ഭിക്ഷുവിൻ്റെ രൂപം ഒറ്റ ചിറകയിലും ദേവതയെ പോലെയാണ് ശോഭിക്കുന്നത്. ശരിയായ വാക്ക്, ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ വിശ്വാസം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം എന്നീ അഷ്ടാംഗമാർഗത്തിൻ്റെ ഓരോ പടവുകൾ കയറി നിർവാണ നിധി കണ്ട മഹാസിദ്ധൻ സർവ്വലോകൈക വന്ദ്യൻ ദയാകുലനിലേക്ക് സാക്ഷാൽ ശ്രീബുദ്ധനിലേക്ക് എത്തിച്ചേരുന്നു. അഷ്ടാംഗമാം ധർമ്മമാർഗം ബാലകഷ്ട തന്നെ ധരിച്ചു വന്ന മാതങ്കി ബ്രാഹ്മണ ഭിക്ഷുണിമാർക്കും വൈശ്യമാൻമിഴിമാർക്കും എല്ലാം ബഹുമതി തോന്നും വിധത്തിലാണ് വളരുന്നത്. സമൂഹത്തിൻ്റെ സമൂല പരിവർത്തനത്തിന് സ്ത്രീ കാരണഭൂതയാകുന്ന സ്ഥിതിവിശേഷം അതിലൂടെ സ്ത്രീ സ്വത്വത്തെ ആശാൻ പുനർനിർവചിക്കുന്നു. ആനന്ദ ഭിക്ഷുവിനോട് തോന്നുന്ന അടുപ്പം വളർന്ന് മാതങ്കി ആശ്രമത്തിലെത്തുകയും അതിലൂടെ പുതിയ ജീവിത രീതി കണ്ടെത്തുകയും അവിടുള്ള മറ്റു ഭിക്ഷുണികളിൽ ശ്രേഷ്ഠ സ്ഥാനം ലഭ്യമാവുകയും ചെയ്യുമ്പോൾ സ്ത്രീ ജീവിതത്തിന് വന്ന മാറ്റം ശ്രദ്ധേയമാണ്. സർവം സഹയായ സ്ത്രീയിൽ നിന്നും എന്തും ചെയ്യാൻ ഉറയ്ക്കുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ മാതൃകയാണ് ആശാൻ വരച്ചിട്ടത്. എങ്ങും ഒരു ശാന്തി വീശി ലോകം മുങ്ങി നിർവാണത്തിൽ താനെ എത്തിനിന്നു ഭാരതത്തിലൊരു 10 ശതാബ്ദമശാന്തി സച്ചിത് ആനന്ദമയമായ ബോധിവൃക്ഷ തണലിൽ ഉദിച്ച ജ്ഞാനോദയ പ്രകാശം വർഷങ്ങളോളം ശാന്തിയുടെ മന്ത്രം ചൊല്ലി ഭാരത സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ ദർശനജ്ഞാനത്താൽ കാവ്യലോകത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച കാൽപ്പനികനായ വൈരാഗി നമുക്ക് നൽകിയ ചിന്തയുടെ നവലോകം കാലാതിവർത്തിയാണ്. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ ഇതാണ് അഴകിതേ സത്യം, ഇതു ശീലിക്കൽ ധർമ്മവും
സ്നേഹം എന്ന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തന്ന അക്കിത്തത്തിൻ്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ചണ്ഡാല ഭിക്ഷുകിയിലെ ബൗദ്ധദർശനം ഡോക്ടർ അനഘ ബി കെ ചെയ്ത പ്രഭാഷണത്തോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.